നമ്മളൊരു 2 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് തൊടുപുഴയിലൊരു കുഞ്ഞ് റിസോർട്ടെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളുടെ എ ക്യാബിൻ പോലത്തെ സംഭവമല്ലേ, അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലം. ചുറ്റിനും റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് ഒരു എ ഫ്രെയിമും ഏകദേശം ഒരു 10 പേർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. അപ്പോൾ കാറ് കയറി വീണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല വഴിയാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ടാറൊക്കെ ഇട്ട് ഇത്തിരി വീതി കുറഞ്ഞ വഴിയാണ്, പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡൊന്നുമല്ല, നല്ല റോഡാണ്. ആ നല്ല റോഡിൽ നിന്ന് നമ്മൾ മണ്ണിട്ടിരിക്കുന്ന ഒരു റോഡുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇതിനകത്തോട്ട് കയറി വരുന്നൊരു വഴിയാണ്. അപ്പോൾ ഈ വഴി നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഫുള്ള് റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയായിട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നടന്ന് ആക്ച്വലി ബോയ്സ് ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്കൊക്കെ ഈസി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണിത്. ചെറിയൊരു പൂളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ. ഉള്ളംകൊല്ലി വേലായതിനെ പോലെ നീന്തി തുടിക്കുന്നവർക്കും നീന്താൻ പറ്റില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്കൊന്ന് പൂളിലൊക്കെ കിടന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിൽ പറ്റുന്ന രീതിയിലൊരു പൂളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ റബ്ബറും തോട്ടത്തിൽ കൂടെ വണ്ടി ഓടിച്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ ആ ക്യാബിൻ, ഞാൻ പറഞ്ഞ ഈ ക്യാബിൻ, ഇതാണ് സംഭവം. നൈസല്ലേ? ചൂടുണ്ട് കേട്ടോ ഈ സമയത്ത്. ഞങ്ങളിപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ജനുവരി തീരുന്ന സമയമായി. അപ്പോൾ ഈ ടൈമിലൊക്കെ ചെറിയ ചൂടുണ്ട്, പക്ഷെ നല്ല ക്ലൈമറ്റുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ പൂള്. ആ കാണുന്ന വഴിയിലൂടെ നമ്മളിങ്ങനെ വന്ന് ഇവിടെ നമ്മളെ ക്യാബിൻ നിൽപ്പുണ്ട്. ഇവിടെ ഇങ്ങനൊരു പൂള് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ 5 ഫീറ്റാണ് മാക്സിമം ഹൈറ്റ് വരുന്നത്. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന ഭാഗത്തിന് സെപ്പറേറ്റ് ചെയ്തൊരു സെക്ഷനുമുണ്ട്. അതിനോട് ചേർന്ന് അവരിങ്ങനെ ഇവിടെ ഒരു ബാർ കൗണ്ടർ പോലെ ഈവനിങ് ഒക്കെ നമുക്ക് രണ്ടെണ്ണം അടിച്ച് സെറ്റാവാനൊക്കെ പറ്റിയ സ്ഥലം. നൈസല്ലേ? കൊള്ളാം, ആംബിയൻസ് ഒക്കെ കൊള്ളാം. ഇവിടെ ഇങ്ങനെ ഒരു ബുള്ളറ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിലൊരു കുരങ്ങനൊക്കെ തൂങ്ങി നിൽപ്പുണ്ട്. നല്ല വൃത്തിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ പുറത്ത് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വേണേൽ ഡൈനിങ് പോലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ചെറിയൊരു സ്പേസ് അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ആ എ ക്യാബിൻ്റെ ബാക്കിലത്തെ സൈഡിലാണ്. അപ്പോൾ എ ക്യാബിനിൽ ആക്ച്വലി 2 ഫ്ലോറിലായിട്ടാണ്. ആക്ച്വലി 2 ബെഡ്റൂം ഇവിടെ ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, കിച്ചണുണ്ട്, ഒരു ഹോളുണ്ട്. ഒരു ബെഡ്റൂം അങ്ങ് മുകളിലും ഒരു ബെഡ്റൂം താഴെയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലത്തെ ബെഡ്റൂമിന് ഒരു ബാൽക്കണി ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഈ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇവിടുന്ന് കയറുകയാണെങ്കിൽ കിച്ചണിലേക്കാണ് എൻട്രി ഉള്ളത്. ഔട്ട് ഹൗസ് ബൈ തോട്ടുപുറം, അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. ഇവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഇതിപ്പോൾ അവർക്ക് റീസെൻ്റ്ലി ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞ നവംബറിൽ ഓപ്പൺ ആയതേ ഉള്ളൂ ശരിക്കും. വേറെയും ഇതുപോലെ റിസോർട്ട് സെറ്റപ്പുള്ളവർക്ക് വേറെ ഉണ്ട്. ഇത് തൊടുപുഴയാണ് സ്ഥലം, ഞാൻ നേരത്തെ പറഞ്ഞ തൊടുപുഴയാണ് സ്ഥലം. അപ്പോൾ നമുക്കിനി എ ക്യാബിനുള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് എ ക്യാബിൻ. നമുക്കിതിനുള്ളിലേക്ക് കയറാം. ഐക്യയുടെ സ്റ്റൂളും മറ്റേ ബേബി സ്റ്റൂളും ഒക്കെ കേട്ടോ കിടക്കുന്നതല്ല. ഐക്യയുടെ വലിയ സ്റ്റൂൾ, ഇത് വലിയ സ്റ്റൂള്, ഇത് ബേബി സ്റ്റൂള്. ഇവിടെ ഇങ്ങനെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കീയുടെ സെറ്റപ്പൊക്കെ കണ്ടോ, അവരിങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്താണ് കീ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ 2225 അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് താക്കോൽ ഇതിൽ വെച്ചിട്ട് ഇൻ കേസ് പുറത്തോട്ടൊക്കെ പോകുകയാണെങ്കിൽ താക്കോൽ ഇതിൽ വെച്ച് സെറ്റാക്കിയിട്ട് പോകാം. അപ്പോൾ നമുക്ക് തുറന്ന് കയറി. ഇവിടെ ആകെ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് AC അല്ല കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ ഇവിടെ ഇത്തിരി ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്കകത്ത് നിൽക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ചൂട്. ഒരു ഫാനൊക്കെ ഉണ്ടെങ്കിൽ പോലും ബെഡ്റൂമുകളിൽ AC ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 2 ബെഡ്റൂമുകളിൽ AC ഉണ്ട്. അല്ലാതെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു ഇത്തിരി ചൂടുണ്ട് നമുക്ക്. ഇത് ആ സ്ട്രൈറ്റ് കാണുന്ന ഒരു കിച്ചൺ ഏരിയ, നല്ല സെറ്റ് കിച്ചൺ ഏരിയ ആണ് കേട്ടോ. ഇത് നേരത്തെ വന്ന് അടിച്ചവരുടെയാണ് അവർ ഇവരെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക പറഞ്ഞിട്ടാ. ഒരു വാഷ് ബേസിന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ 2 ഏരിയയിലായിട്ട് സോഫ സെറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഈസ്തെറ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന സംഭവം.
ചെറിയ കൊതുശല്യമുണ്ട്, അപ്പോൾ ഒരു ഡോർ അടച്ചിട്ടിരിക്കണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കിച്ചൺ ഏരിയ. നല്ല കളർ തീമിലൊക്കെ ചെയ്തിരിക്കുന്നു. ഫ്രിഡ്ജിനകത്ത് ഒരു അത്യാവശ്യം ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി കരുതിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ വെച്ച സാധനങ്ങളാണ്, ഈ ജ്യൂസും കാര്യങ്ങളും. കിച്ചണൊക്കെ നല്ല കിടിലൻ കിച്ചൺ. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സകലമാന പാത്രങ്ങളും അവരിവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ തിരിച്ചും എടുത്തും വളച്ചും ഒക്കെ കഴുകാൻ പറ്റുന്ന രീതിയിലുള്ള സിങ്കും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. സ്റ്റൗ ഉണ്ട്, ഒരു കെറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ഉണ്ട്, കുറേ തേയിലയും പഞ്ചസാരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നേടെ ഈ ഡ്രോയറിനകത്ത് ഇഷ്ടം പോലെ പാത്രവും സ്പൂണും എല്ലാ സംഭവങ്ങളുണ്ട്. ഗ്ലാസ്, വീണ്ടും കുറേ പാത്രങ്ങളുണ്ട്, കുറേ ടവലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് താമസിക്കാൻ വന്നാൽ പിന്നെ ഒന്നിനും ക്ഷാമമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്, എവരിത്തിങ്. പിന്നെ ഇവിടെ നമുക്കൊരു സ്പീക്കറും ഒക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. പോട്രോണിക്സ് ബ്രാൻഡിൻ്റെ സ്പീക്കർ. കൊള്ളാം. ടി വി ഇല്ല കേട്ടോ, അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നാൽ സത്യം പറഞ്ഞാൽ ടി വി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ടി വി ഓണാക്കി അതിൽ പരിപാടികളൊക്കെ കണ്ടങ്ങിയിരിക്കും. നമ്മൾ ഇവിടെ ഒരു സമാധാനമായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ നമുക്കിനി ആദ്യമല്ല ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റെയർ കേസ് കയറി ഇവിടെ താഴെ ഒരു ബെഡ്റൂമുണ്ട്. ഈ സ്റ്റെയർ കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇത്തിരി ഇരുട്ട് വീണിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. ലൈറ്റത്തൊക്കെ ശരിക്കും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. ഇതൊരു ബെഡ്റൂം. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു ഡ്രസ്സിങ് കബോർഡുണ്ട്. ഈ ഡോറിൻ്റെ സൈഡിലോട്ട് നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ അവിടെ വെക്കാം. ഒരു ഫാനുണ്ട്, പെഡസ്റ്റൽ ഫാനുണ്ട്. പിന്നെ രണ്ട് ബെഡ്റൂമുകളിൽ എ സി ഉണ്ട് കേട്ടോ. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം. 2 ബെഡ്റൂമിലും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നല്ല ഭംഗിയുള്ള ബാത്റൂം, ക്ലീൻ ആൻഡ് ഫിനിഷ്. ഒരു സൗന്ദര്യബോധമുള്ളവർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട് ഇതിന്. എല്ലാത്തിൻ്റെ കളർ തീമും കാര്യങ്ങളൊക്കെ രസമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മുകളിലത്തെ ബെഡ്റൂമിൻ്റെ ബാൽക്കണി ഏരിയ. നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട ആ പുറത്തുള്ള ഡൈനിങ് ഏരിയ ഫുള്ള് റബ്ബർ തോട്ടം. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറുതായിട്ട് ഇങ്ങനെ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. കുട്ടികൾക്ക് ഓടിക്കളിക്കാനൊക്കെയുള്ള നല്ല സ്പേസ്. ഇത് ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്മളെ പൂള് കാണാം. ഇതേണ്ടി ഫ്ലോറിനോട് ചേർന്നുള്ള ടൈപ്പ് നല്ല ബെഡാണ് കേട്ടോ. ഒരു കംഫർട്ടറും കാര്യങ്ങളും ഓരോ ബെഡ്റൂമിനും ഈ 2 ടവലൊക്കെ വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടവലൊക്കെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഇവിടെ തന്നെ വെച്ചിരിക്കണം. ടവൽ ഇഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സോ നമ്മൾ ആ പരിപാടിയൊന്നും എടുക്കരുത്, ചിത്തപ്പരുണ്ടാക്കരുത്. ബാത്റൂമിലാണെങ്കിലും അതുപോലെ നമ്മൾ ബ്രഷും പേസ്റ്റും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രഷും പേസ്റ്റും എല്ലാവരും വെച്ചിട്ടുണ്ട്. ഷാമ്പുവും കണ്ടീഷണറും ഷവർ ജെല്ലും അമ്മാതിരി സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. പ്ലഗ് പോയിൻ്റുള്ള ബാത്റൂം. പക്ഷേ ഹെയർ ഡ്രയർ ഒന്നും അവർ വെച്ചിട്ടില്ല കേട്ടോ. എല്ലാ സൗകര്യവും ഇല്ല, ചില സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണ്. എല്ലാം മിനിമലാണ്, എന്നാൽ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തന്നെ. ഓക്കെ. ഇത് നമ്മൾ മുകളിലത്തെ ബെഡ്റൂമിൻ്റെ അപ്സ്റ്റേഴ്സിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ. നല്ല രസമുള്ള ലൈറ്റ് അല്ലേ, നൈസ്. മെയിൻ ഹോള്. ഞാൻ നേരമൊക്കെ ഒന്ന് വൈകിട്ട് ഇവിടുത്തെ ആംബിയൻസിൽ ഞാനൊന്നുകൂടെ കാണിക്കാം. ഇപ്പം ഞാനിന്ന് പൂളിലൊക്കെ പോയി ജമ്പ് ചെയ്ത് 2 അടിച്ച് ചില്ല അവിടെ. ഓക്കെ ഗൈസ്.
ഇന്നലെ പിന്നെ പൂസായിപ്പോയി മോനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് ഈ ക്യാബിനകത്ത് നമുക്ക് 2 ബെഡ്റൂമാണുള്ളത് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ അവിടെ മാക്സിമം ഒരു 10 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യും. ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പാർട്ടി കൂടാനോ മറ്റോ അതിനായിട്ടൊക്കെ 10 പേർക്കൊക്കെ മാക്സിമം ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാം. 2 ബെഡ്റൂമിനകത്തും ഹോളിലുമായിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു വിഷയമുള്ളത്. ടോട്ടൽ ഇതിൻ്റെ എക്സ്പെൻസ് വരുന്നത് നമുക്ക് 15,000 രൂപയാണ്. ഞങ്ങൾ 2 ദിവസത്തേക്കാണ് എടുത്തേക്കുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് ഇവിടെ. നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ബാക്കി എന്തെങ്കിലും മീൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ നേരത്തെ കൂട്ടി പറഞ്ഞാൽ അവരത് അറേഞ്ച് ചെയ്ത് തരും. അല്ലാന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡെലിവറി ഉണ്ട്. ഇവിടെ തൊടുപുഴ ടൗൺ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരത്ത് മാത്രമേ ആയിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം ഓർഡർ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും KFCയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് തന്നെ വേണ്ട, ഇവിടുത്തെ ഫുഡ് വേണ്ട, പുറത്തുനിന്നുള്ള ഫുഡ് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയൊക്കെ ഓർഡർ ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. ഔട്ട് ഹൗസ് ബൈ തൊട്ടുപ്പുറം. രാവിലെ ഉറക്കം എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിളികളുടെ കളകളാരമൊക്കെ കേൾക്കാം. ഇത്തിരി മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞ് എല്ലാവരും പണിക്ക് പോയെന്ന് തോന്നുന്നു. കിച്ചണിൽ നമുക്ക് കാപ്പി ഇട്ട് കുടിക്കാനും അതിനുള്ള സംവിധാനങ്ങളും പാൽപ്പൊടി, കാപ്പിപ്പൊടി, ചായ, ടീ ബാഗ്, പഞ്ചസാര, ഇങ്ങനെയുള്ള സംഭവങ്ങളും സാമഗ്രികളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറെ സംഭവം എനിക്കിവിടെ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ നിയന്ത്രിക്കാനായിട്ട് അതിൻ്റെ ഒരാൾ പോലും ഇല്ല കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ ഒരാൾ പോലും ഇല്ല. രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു ചേച്ചി ക്ലീനിങ്ങിനോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വരും. തലേന്നത്തെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഒരു ചേച്ചി വരും. പിന്നെ നമുക്ക് അവർ ഫോൺ നമ്പർ തരും. എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് നമുക്ക് അന്വേഷിക്കാനോ മറ്റോ ആയിട്ടൊക്കെ ഒരു ഫോൺ നമ്പർ തരും. അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ അവർ എന്താ സർവീസ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തു തരും. നമ്മൾ മാത്രമേ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുള്ളൂ. വേറെ ഇതിന് ഇത് പറഞ്ഞില്ല, വലിയ റബ്ബർ തോട്ടത്തിന് നടുക്ക് നിൽക്കുക. അപ്പോൾ വേറെ നമ്മളെ ശല്യപ്പെടുത്താനുള്ള ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര പ്രൈവസിയും സംഭവങ്ങളൊക്കെ കിട്ടും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറയുന്ന പോലെ ന്യൂലി മാരീഡ് കപ്പിൾസിനൊക്കെ വന്ന് നിൽക്കാനും ഫോട്ടോഷൂട്ടൊക്കെ നടത്താനും ഒക്കെ അടിപൊളിയാണ്. നല്ല കുറേ ഫ്രെയിമുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ദിവസം തങ്ങി ഫോട്ടോഷൂട്ടൊക്കെ നടത്തി സെറ്റായിട്ട് തിരിച്ചു പോകാനൊക്കെ പറ്റും. ഗൈസ്, അപ്പോൾ ഇത് നമ്മളുടെ ഔട്ട് ഹൗസ് ബൈ തൊട്ടുപുരം അന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. ശരിക്കും നമ്മളിവിടുത്തെ സ്റ്റേയും കാര്യങ്ങളും അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാനാണെങ്കിലും ഫ്രണ്ട്സായിട്ടൊക്കെ വരാനാണെങ്കിലും ബാച്ചിലർ പാർട്ടിയും അങ്ങനെ എന്ത് പരിപാടിയാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഒന്ന് സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര പ്രൈവസിയാണ്. ഇവിടെ നമ്മളെ ശല്യപ്പെടുത്താനായിട്ടൊന്നും ഒരാളും വരത്തില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ്. സ്വിഗ്ഗി അവൈലബിൾ ആണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവരിവിടെ നിന്ന് റെഡിയാക്കി തരും ഭക്ഷണം. നമുക്ക് അവർക്കൊരു പർട്ടിക്കുലർ മെനു ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അവർ റെഡിയാക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെ ഒക്കെ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാം. പൂളുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാനായിട്ടാണെങ്കിൽ കിച്ചണുണ്ട്. ടീ കോഫിയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കെറ്റിലും ഇൻഡക്ഷൻ കുക്ക് ടോപ്പും സ്റ്റൗവും ഇഷ്ടം പോലെ പാത്രങ്ങളും സ്പൂണും എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഒന്നിനും നമുക്ക് ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും വരുന്നില്ല. പിന്നെ റീച്ച് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ തൊടുപുഴ ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5-6 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്താൻ പറ്റും. ഏത് വണ്ടിയിലാണെങ്കിലും വരാം. ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും വലിയ വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈസി ആയിട്ട് വരാൻ പറ്റുന്ന വഴി തന്നെയാണ്. മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു ഗ്രാവലിട്ട വഴിയിലാണ്. ഒരു 100-150 മീറ്റർ അത്രയില്ല. അത്ര ഓടിയാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലോട്ട് എത്താം. ആ ഗ്രാവലുള്ള വഴിയിൽ ഇപ്പോൾ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വണ്ടിയാണെന്നുണ്ടെങ്കിലും വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല വഴിയാണ്. നമ്മൾ മിക്കവാറും ഒരിടത്ത് സ്റ്റേ എടുക്കുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്ത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ചെക്ക് ഔട്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. ആക്ച്വലി നമ്മളിവിടുത്തെ ഹോട്ടലുകളുടെ ടൈമിങ്ങും അത്ര നല്ല ടൈമിംഗ് ഇല്ല. ഈ പറയുന്ന പോലെ നമുക്ക് 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാം, അടുത്ത ദിവസം 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സമാധാനമായിട്ടൊരു സ്പേസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിംഗ് അല്ല അത്. കാര്യം നമ്മൾ വന്ന് ചെക്ക് ഔട്ട് ചെയ്തൊന്ന് റിലാക്സ് ആയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരും. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വെക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് 2 ദിവസം മിനിമം, അതായത് 2 നൈറ്റ്സ് സ്റ്റേ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇപ്പോൾ ഒരു ദിവസം വന്നാലും അതനുസരിച്ച് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം ഫുള്ളായിട്ട് നമുക്ക് അവിടെ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്. റൂബി ഇവിടുത്തെ ഒരു പോണിയാണ്. പോണി എന്ന് വെച്ചാൽ കുഞ്ഞു കുതിര കേട്ടോ. ഇവരിപ്പോൾ വാങ്ങിയിട്ടേ ഉള്ളൂ ഇതിനെ. പോണി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് ബഹളം വെച്ച് ശബ്ദമൊക്കെ കേൾപ്പിക്കും. അപ്പോൾ നമുക്കത് റൂമിൽ ഇരുന്നാൽ കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഔട്ട് ഹൗസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഇവിടെ കോൺടാക്ട് ചെയ്യാൻ ആൾക്കാരുടെ നമ്പറും
ഡീറ്റെയിൽസും എല്ലാം ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. ഓക്കെ, ദാറ്റ്സ് ഗൈസ്, ബൈ.